സാഹചര്യം വിലയിരുത്തുന്ന CPM സംസ്ഥാന സമിതി യോഗത്തിൽ പിണറായി വിജയനെതിരെ ഉയരുന്നത് കടുത്ത വിമർശനങ്ങൾ. മുഖ്യമന്ത്രിയുടെ ശൈലി, ഭരണത്തിലെ വീഴ്ച തുടങ്ങിയവയ്ക്കും വിമർശനമുയർന്നു. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിനിടയിൽ വിദേശയാത്ര ഒഴിവാക്കേണ്ടിയിരുന്നു. യാത്ര അനാവശ്യ വിവാദത്തിനിടയാക്കി. മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ പലതും ജനങ്ങൾക്ക് ദഹിക്കുന്നതായിരുന്നില്ല. മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുത അവമതിപ്പുണ്ടാക്കി. മറ്റ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പ്രചരണം ഷെഡ്യൂൾ ചെയ്യാത്തത് കേന്ദ്ര നേതൃത്വത്തിന്റെ വീഴ്ചയാണ്. രാജ്യത്തെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിദേശത്ത് പോയത് പ്രതിപക്ഷം ആയുധമാക്കി. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും വിമർശനമുണ്ടായി. വിവാദ നായകരുമായുള്ള ബന്ധം ഒഴിവാക്കേണ്ടിയിരുന്നു. ഇത് തെരഞ്ഞെടുപ്പിൽ ആയുധമായെന്നും വിമർശനമുയർന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാതായതും അടക്കമുള്ള ഭരണവീഴ്ചകൾ സാധാരണ ജനങ്ങളെ എതിരാക്കിയെന്നതാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം. മുഖ്യമന്ത്രിക്കെതിരെ കീഴ്ഘടകങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾ അവഗണിക്കരുതെന്ന നിർദ്ദേശവും സംസ്ഥാന സമിതിയിലുണ്ടായി. സർക്കാർ പദ്ധതികൾ മുൻഗണന നിശ്ചയിക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. 5 ദിവസം നീണ്ടുനിന്ന CPM നേതൃയോഗം ഇന്ന് അവസാനിക്കും. ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയും. തെറ്റിദ്ധരുത്തൽ മാർഗരേഖ അന്തിമമാക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് വീണ്ടും ചേരും. സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾ കൂടി പരിഗണിച്ചാണ് മാർഗരേഖ ഒരുക്കുക. KK ശൈലജ മുഖ്യമന്ത്രിയാവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ശൈലജയെ ഒതുക്കാനാണ് വടകരയെ മത്സരിപ്പിച്ചതെന്നടക്കമുള്ള പരോക്ഷ പരാമർശവും സമിതിയിൽ ഉയർന്നു. മേയർ സച്ചിൻ ദേവ് വിവാദത്തിൽ കടുത്ത വിമർശനമാണ് സമിതിയിൽ ഉയർന്നത്. വിവാദം പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇതിനെ പിന്തുണയ്ക്കരുതായിരുന്നുവെന്നും വിമർശനമുയർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്നും ചില പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾ തമസ്കരിക്കപ്പെടരുതെന്നും സർക്കാർ സേവനങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധിയിൽ ധനവകുപ്പിന് നേരെയും വിമർശനമുയർന്നു. ജനവിശ്വാസം തിരിച്ചുപിടിക്കാൻ അടിയന്തര ഇടപെടൽ വേണം. മുൻഗണനാക്രമം നിശ്ചയിച്ച് മുന്നോട്ട് പോകണം. ഇടതുനോട്ടിൽ വൻതോതിൽ ചോർച്ചയുണ്ടായെന്ന് CPM സംസ്ഥാന സമിതി വിലയിരുത്തി. വിവിധ വിഷയങ്ങളിൽ തെറ്റിദ്ധരുത്തൽ വേണ്ടിവരും. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന് വിമർശനമുണ്ടായി. വിവാദ നായകരുമായുള്ള ബന്ധം ഒഴിവാക്കേണ്ടിയിരുന്നു. ഇത് തെരഞ്ഞെടുപ്പിൽ ആയുധമായെന്നും വിമർശനമുയർന്നു. K രാധാകൃഷ്ണൻ രാജിവെച്ച സാഹചര്യത്തിൽ പുതിയ മന്ത്രിയെ നിശ്ചയിക്കുന്നതിലടക്കം വിശദമായ ചർച്ച പിന്നീട് നടക്കും. യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രാ വിവാദം അടക്കം വിമർശന വിധേയമായി.